ദേശീയപാത അധികൃതർ അവർ ശ്രദ്ധ വരേണ്ടതാണ്. ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അമ്മോഷനും മരുവനും ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന വാക്കിന് വില കൊടുക്കണ്ട. എങ്കിലും ഇങ്ങനെ തക്കോ തെരിയിടോന്നും പറഞ്ഞിട്ട് ഇമ്മാതിരി വർത്താനം നിർത്തിക്കൂടെ നിങ്ങൾക്ക്. ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകരുത്. അത് കമ്മികളാണെങ്കിലും വേണ്ടില്ല, കൊങ്ങികളാണെങ്കിലും മൂരികളാണെങ്കിലും വേണ്ടില്ല, സംഘികളാണെങ്കിലും വേണ്ടില്ല. ഇതൊന്ന് കേട്ട് നോക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഒരു ലേശം ഉളുപ്പ് വന്മാർക്കുണ്ടോ ഇല്ല എന്നുള്ളത് കാണും. LDF സർക്കാരിന് ദേശീയപാത വികസനത്തിൽ എന്താണ് പങ്ക്? ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം എന്ന് മനസ്സിലായി. നമുക്കറിയാം, അതിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടൽ. കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തി. എല്ലാ നിലയിലും മാതൃകാപരമാണെന്ന് എത്ര പേർ സൂചിപ്പിച്ചു. പക്ഷെ വഴിയില്ല. കാരണം അല്ല പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി NH-66 പ്രവൃത്തി കർണാടകയിൽ ഒച്ചിന്റെ വേഗത്തിൽ, എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മാതൃകാപരമായ ഏകോപന നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെടലാണ്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം അതിലൂടെ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരാണ്. അപ്പൊ അതുകൂടി നമ്മൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ ഈ കാര്യം? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ വാർത്ത നടത്തണമെന്ന് പറയാം. അല്ല, അതിന്റെ സാധാരണഗതിയിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. NHAI പറഞ്ഞു, സംസ്ഥാന സർക്കാരിൽ നടത്തുന്ന ഇടപെടൽ ഒരു ടീം വർക്ക്, അത് മറ്റൊരു സംസ്ഥാനത്ത് കാണാൻ പറ്റാത്തത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇതേ നിലപാട് നിരവധി തവണ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങൾ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സഹായകരമായി മാറി. NHAI തന്നെ ഇത് പരസ്യമായി പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് വിസിറ്റ് സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയോടൊപ്പം നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് നടത്തി. നിരവധി തവണ അങ്ങനെ പല യോഗങ്ങൾ നടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അത് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം അവരുടെ അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടത്തുന്നതാണത്. ഇപ്പോൾ 4 ദിവസം മുൻപ് ഇവിടുത്തെ ഈ കേരളത്തിലെ അവരുടെ നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസറുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചല്ലോ. ആ സംസാരിക്കുന്നത് അവരുടെ മറ്റു നടപടികൾ ഇടപെടലല്ല. അവിടെ അതാത് പ്രദേശത്തെ ജനപ്രതികൾ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ വന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യം. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഇതിലെന്താണ് റോൾ എന്നാണ് ചോദിച്ചത്. NH-66 പ്രശ്നങ്ങൾ പരിഹരിച്ച് യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ തുടക്കം മുതൽ ഇടപെട്ടതുപോലെ അവസാനം അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് അവരാണ്. അവരാ സാങ്കേതികമായ പരിശോധന നടത്തിയിട്ടാണ് വർക്ക് ആരംഭിക്കുക. ആ വർക്ക് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോവുകയാണ് വേണ്ടത്. പക്ഷേ ചിലയിടത്ത് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നത് എന്താണ് നമ്മുടെ അനുഭവം. ആ അനുഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള നടപടികളും അവർ സ്വീകരിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തി. എല്ലാ നിലയിലും മാതൃകാപരമാണെന്ന് എത്ര പേർ സൂചിപ്പിച്ചു. അങ്ങനെ പല യോഗങ്ങൾ നടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അത് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്.